Good morning. Today going to talk about steps required to control water pollution. Environment and ecology എന്ന സബ്ജക്റ്റിലെ തേർഡ് യൂണിറ്റിലെ പോർഷനാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. Installation of wastewater treatment plant. A wastewater treatment plant receives and treats municipal and industrial wastewater. That is the WWTP treatment water to remove waste, grease and floating oils, sand and coarse debris present in the വാട്ടർ. വാട്ടറിലുള്ള ഗ്രീസ്, ഓയില്, മറ്റുള്ള അവശിഷ്ടങ്ങൾ അതൊക്കെ മണ്ണ്, ചെടികൾ ഒക്കെ മാറ്റുകയാണ്. ഓയില് അതൊക്കെ നീക്കം ചെയ്യുന്നതിനാണ് വേസ്റ്റ് വാട്ടർ ട്രീറ്റ്മെൻറ്റ് പ്ലാന്റ് ഉപയോഗിക്കുന്നത്. അപ്പോൾ വേസ്റ്റ് വാട്ടർ ട്രീറ്റ്മെൻറ്റ് പ്ലാൻ യൂസ് 4 സ്റ്റേജസ് ഓഫ് ട്രീറ്റ്മെൻറ്റ്. 4 തരത്തിലാണ് അത് ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നത്. പ്രിലിമിനറി ട്രീറ്റ്മെൻറ്റ് ഇറ്റ് ഇൻവോൾവ് സെപ്പറേഷൻ ഓഫ് ലാർജ് സോളിഡ്സ്, ബോട്ടിൽ, ഫാബ്രിക്സ്, പ്ലാസ്റ്റിക്സ് ഫൗണ്ട് ഇൻ വാട്ടർ യൂസിങ് ബാർ റാക്സ് ആൻഡ് സ്ക്രീൻസ്. ഫസ്റ്റ് ചെയ്യുന്നത് അതിലുള്ള ലാർജ് സോളിഡ്സ്, ബോട്ടിൽസ്, ഫാബ്രിക്സ്, തുണി, പ്ലാസ്റ്റിക് അങ്ങനത്തെ സാധനങ്ങളൊക്കെ നീക്കം ചെയ്യുക. പ്രൈമറി ട്രീറ്റ്മെൻറ്റ് ഫിസിയോ കെമിക്കൽ ട്രീറ്റ്മെൻറ്റ് ടു സെഡിമെൻറ്റ് ആൻഡ് പെർസിപ്പേറ്റ് സസ്പെൻഡഡ് സോളിഡ്സ് ആൻഡ് റെഡ്യൂസ് ബയോകെമിക്കൽ ഓക്സിജൻ ഡിമാൻഡ് ഓഫ് ദ ഓർഗാനിക് സോളിഡ്സ്. അതിലുള്ള ഓർഗാനിക് സോളിഡ്സ് നീക്കം ചെയ്യുക. കെമിക്കലായിട്ടുള്ള, ഫിസിക്കലായിട്ടുള്ള മറ്റുള്ള കെമിക്കൽ കണ്ടൻറ്റുകളും കാര്യങ്ങളൊക്കെ നീക്കം ചെയ്യുക എന്നുള്ളതാണ് പ്രൈമറി ട്രീറ്റ്മെൻറ്റിൽ നമ്മൾ ചെയ്യുന്നത്. ന്യൂട്രലൈസ് ദ വാട്ടർ, എലിമിനേറ്റ് വോളറ്റൈൽ കണ്ടാമിനൻറ്റ്, റിമൂവ്സ് ഗ്രീസ് ആൻഡ് ഓയിൽസ്, ഗ്രീസ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഫിൽറ്റർ ചെയ്യാണ് പ്രൈമറി ട്രീറ്റ്മെൻറ്റിൽ ചെയ്യുന്നത്. ഇനി സെക്കൻഡറി ട്രീറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ബയോളജിക്കൽ ട്രീറ്റ്മെൻറ്റ് ആണ്. റെഡ്യൂസ് ദ എമൗണ്ട് ഓഫ് ഓർഗാനിക് മാറ്റർ ഇൻ വേസ്റ്റ് വാട്ടറിൽ ഓർഗാനിക് മാറ്റേഴ്സ് ക്ലീൻ ചെയ്യുന്നതാണ് സെക്കൻഡറി ട്രീറ്റ്മെൻറ്റ്. എറോബിക് പ്രോസസ് വിച്ച് ഡിഗ്രേഡ് ഓർഗാനിക് മെറ്റീരിയൽ ഇൻ ദ പ്രസൻസ് ഓഫ് ഓക്സിജൻസിൻ്റെ പ്രസൻസിൽ ഓർഗാനിക് ആയിട്ടുള്ള മെറ്റീരിയൽസൊക്കെ നീക്കം ചെയ്യുക എന്നുള്ളതാണ് സെക്കൻഡറി ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. ടെറിഷറി ട്രീറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ അഡ്വാൻസ് ഫിസിക്കൽ, കെമിക്കൽ ആൻഡ് ബയോളജിക്കൽ പ്രോസസ് വിച്ച് എലിമിനേറ്റ് ദ ഹെവി മെറ്റൽസ്, നൈട്രജൻ, ഫോസ്ഫറസ് ആൻഡ് പാത്തോജൻസ്. അതിൽ ലാസ്റ്റ് ടെറിഷറി ട്രീറ്റ്മെൻറ്റിൽ ഹെവി മെറ്റൽസ് ഉണ്ടെങ്കിൽ, മെറ്റൽ കണ്ടൻറ്റ് ഉണ്ടെങ്കിൽ, നൈട്രജൻ, ഫോസ്ഫറസ്, പാത്തോജൻസ് മറ്റുള്ള എന്തെങ്കിലും രോഗാണുക്കളോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിനൊക്കെ പൂർണ്ണമായിട്ട് നമുക്ക് ഈ 2 ട്രീറ്റ്മെൻറ്റിലും നശിക്കാത്തതായിട്ടുള്ള പാത്തോജൻസ് ഉണ്ടായിരിക്കാം. അതൊക്കെ നമ്മൾ ടെറിഷറി ട്രീറ്റ്മെൻറ്റിലാണ് ട്രീറ്റ് ചെയ്തിട്ട് ചെയ്യുന്നത്. അപ്പോൾ അതാണ് മെയിനായിട്ട് ട്രീറ്റ്മെൻറ്റ് വേസ്റ്റ് വാട്ടർ ട്രീറ്റ്മെൻറ്റിൽ നമ്മൾ ചെയ്യുന്നത്. നെക്സ്റ്റ് വരുന്നത് ദർ ആർ 3 മെയിൻ മെത്തേഡ് സ്ലഡ്ജ്. അപ്പോൾ ഇത് ട്രീറ്റ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ നമുക്ക് ഒരുപാട് ചെളി, ആ മണ്ണും സ്ലഡ്ജുകൾ ഉണ്ടായിരിക്കും. ആ സ്ലഡ്ജുകൾ ആ ട്രീറ്റ്മെൻറ്റ് പ്രോസസ്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിലുള്ള സ്ലഡ്ജ് ഉണ്ടാവും. ആ സ്ലഡ്ജുകൾ നമ്മൾ എങ്ങനെയാണ് ഡിസ്പോസ് ചെയ്യുക എന്നുള്ളത്. അതായത് ഈ 4 തരത്തിലുള്ള പ്രിലിമിനറി, പ്രൈമറി, സെക്കൻഡറി ആൻഡ് ടെറിഷറി ഈ 4 ട്രീറ്റ്മെൻറ്റിലൂടെയും നമുക്ക് ഒരുപാട് വേസ്റ്റുകൾ വരും. ആ വേസ്റ്റുകൾ, അതായത് ഒരു ഇൻഡസ്ട്രിയിൽ ഉപയോഗിക്കുന്ന വാട്ടർ മുഴുവൻ നമ്മൾ ഇതുപോലെ പ്രോസസ്സ് ചെയ്യും. ആ പ്രോസസ്സ് ചെയ്യുമ്പോൾ അതിൽ നിന്നുണ്ടാവുന്ന വേസ്റ്റുകൾ, ആ സ്ലഡ്ജ്, അതിൽ നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള ടോക്സിക് ആയിട്ടുള്ള കെമിക്കൽസ്, ഫിസിക്കൽ കമ്പോണൻസ് അതൊക്കെ ഉണ്ടായിരിക്കും. അതൊക്കെ നമ്മൾ എങ്ങനെയാണ് ഡിസ്പോസ് ചെയ്യുക എന്നുള്ളതാണ് നെക്സ്റ്റ്. ഫാം ലാൻഡ്, സ്ലഡ്ജ് ഡിസ്പോസ് ചെയ്യാനുള്ളത് ഫാം ലാൻഡാണ്. സ്ലഡ് ഡിസ്പോസൽ അഗ്രികൾച്ചറൽ ലാൻഡ് യൂസ്ഫുൾ ഫോർ ഫെർട്ടിലൈസർ ആൻഡ് സോയിൽ കണ്ടീഷണറായിട്ട് യൂസ് ചെയ്യും. നല്ല അതായത് കെമിക്കൽ കണ്ടൻ്റ് ഒന്നും ഇല്ലാത്ത ബയോളജിക്കൽ ആയിട്ടുള്ള വേസ്റ്റ് ആണെങ്കിൽ അത് നമ്മൾ എന്തിനു യൂസ് ചെയ്യും? ഫെർട്ടിലൈസറായിട്ട് യൂസ് ചെയ്യും. പിന്നെ ലാൻഡ് ഫില്ല്, അത് നോട്ട് ഓൾ സ്ലഡ്ജസ് ആർ സൂട്ടബിൾ ഫോർ ഫാം ലാൻഡ്. എല്ലാ സ്ലഡ്ജും കെമിക്കൽ കണ്ടൻ്റൊക്കെ ഉള്ള സ്ലഡ്ജ് നമുക്ക് ഫെർട്ടിലൈസേഴ്സായിട്ട് യൂസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെയുള്ള സ്ലഡ്ജുകൾ നമ്മൾ എന്ത് ചെയ്യും? ലാൻഡ് ഫില്ല് ചെയ്യും. നമ്മുടെ ട്രഞ്ചൊക്കെ ഉണ്ടാക്കിയിട്ട് വലിയ കുഴികൾ ഉണ്ടാക്കിയിട്ട് അതിൻ്റെ ഉള്ളിൽ ഡിസ്പോസ് ചെയ്ത് അത് ലാൻഡ് ഫിൽ ചെയ്യും. പിന്നെ വരുന്നതാണ് ഇൻസിനറേഷൻ. സ്ലഡ്ജ് മേ ബി ഡ്രൈഡ് ആൻഡ് ഇൻസിനറേറ്റഡ് ലിവിങ് ആൻഡ് ഇനേർട്ട് ആഷ്. ദിസ് ഈസ് ഓഫൺ മോസ്റ്റ് എക്സ്പെൻസീവ് ഓപ്ഷൻ. ഇനി അതിൽ ബാക്കി വരുന്ന ചില സ്ലഡ്ജുകൾ നമ്മൾ ഇൻസിനറേറ്റ് ചെയ്ത് കത്തിച്ച് കളയുകയാണ് ചെയ്യുക. അതിൽ ആഷ് നമ്മൾ ഇതുപോലെ തന്നെ ട്രീറ്റ്മെൻറ്റ് ലാൻഡ് ഫില്ല് ചെയ്യുകയോ ഒക്കെ ചെയ്യും. അപ്പോൾ ഇങ്ങനെ 3 തരത്തിലാണ് മെയിനായിട്ട് സ്ലഡ്ജ് ഡിസ്പോസ് ചെയ്യാനുള്ള മെത്തേഡുകളായിട്ട് പറയുന്നത്. ഓക്കെ, താങ്ക് യു.